ഇനി ഇതിൻ്റെ ക്യാപ്പ് ക്രിയേറ്റ് ചെയ്യാം. സ്ക്രൂ ഗേജിൻ്റെ ക്യാപ്പിൻ്റെ ഡയമെൻഷനൊക്കെ ഇതൊക്കെയാണ്. അപ്പോൾ ഇത് നോക്കിയിട്ട് നമുക്ക് അങ്ങനെ ഒരു സ്ക്രൂ ഗേജിൻ്റെ തന്നെ ഒരു ക്യാപ്പ് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, അതിന് നമുക്ക് ഫ്രണ്ട് പ്ലെയിൻ സെലക്ട് ചെയ്യാം. നോർമൽ ടു സ്കെച്ച് എടുക്കാം. സ്കെച്ച് എടുത്തിട്ട് ആദ്യം എല്ലാത്തിലും പോലെ തന്നെ നമുക്ക് ആദ്യം ഒരു ലൈൻ വരയ്ക്കാം. ബേസിക് ഡ്രോയിങ് ആദ്യം ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, ഇനി സ്ട്രൈറ്റ് ലൈൻ എടുത്തിട്ട് നമുക്ക് ഇതിൻ്റെ ഇവിടെ ഒരു ആർക്കാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ആക്കുമ്പോൾ നോർമലായിട്ട് ലൈനായി വരിക. അപ്പോൾ ആ പോയിന്റിലേക്ക് തന്നെ തിരിച്ചു പോവാം. തിരിച്ചു പോയിട്ട് ഇങ്ങനെ വരുമ്പോൾ ആർക്കായിട്ട് മാറും. ആർക്ക് നമുക്ക് കറക്റ്റ്, നമുക്ക് ഇനി എക്സ്ട്രാ നമുക്ക് അവിടെ പോയിട്ട് ഒരു ആർക്ക് എടുത്ത് അങ്ങനെ വരയ്ക്കേണ്ട ആവശ്യമില്ല. ഡയറക്റ്റ് ലൈനിൽ തന്നെ അങ്ങനെ വരാം. അപ്പോൾ എന്താണ് പറഞ്ഞാൽ നമുക്കിപ്പോൾ ലൈനിൽ തന്നെ ഇരിക്കാം, അല്ലെങ്കിൽ നമുക്ക് ആർക്ക് ഉപയോഗിച്ചിട്ട് ആർക്കും വരയ്ക്കാം. അല്ലെങ്കിൽ ലൈൻ എടുത്തതിന് ശേഷം ലൈൻ എടുക്കാം. എന്നിട്ട് ഇങ്ങനെ പോയിട്ട് നമ്മൾ വരച്ചുകൊണ്ടിരിക്കുമ്പോൾ കേട്ടോ, അത് നമുക്ക് തിരിച്ച് ആ പോയിന്റിൽ പോവാം. ഇനി നമുക്ക് പിന്നെ വരുമ്പോൾ അത് ആർക്കായിട്ട് മാറും. ഒക്കെ അതിൻ്റെ സ്ട്രൈറ്റ് ലൈനിലാണ് നമുക്ക് ആർക്ക് വേണ്ടത്. നമുക്ക് ചുരുക്കിയിട്ട് എത്ര വേണ്ടി പറഞ്ഞാൽ അത്ര എടുക്കാം. എന്നിട്ട് നമുക്ക് വരയ്ക്കാം. ഓക്കെ, അതിൻ്റെ ബാക്കി പാവം ഇതിൽ ഉപയോഗം പെട്ടെന്ന് വരയ്ക്കാൻ കിട്ടുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ഇതിൽ ഒക്കെ സ്നാപ്പിംഗ് പോയിന്റ് ലൈനൊക്കെ കറക്റ്റായിട്ട് വന്നോളൂ. ഇതിൽ കണ്ട. ഓക്കെ, ഇനി നമുക്ക് ഡയമെൻഷൻ സെറ്റ് ചെയ്യാം. 25. ഇതിൻ്റെ ടോട്ടൽ 10 mm. ടോപ്പ് എൻഡ് ടു ലാസ്റ്റ് എൻഡ് 45 mm. നമ്മൾ ഇതിൻ്റെയൊക്കെ ലെങ്ത് നോക്കുമ്പോൾ ഡയമെൻഷനും റേഡിയസും നോക്കി വരയ്ക്കാം. ഇതിൻ്റെ ലെങ്ത് 10 mm. ഓക്കെ, 45. ഇനി ഈ എൻഡ് തൊട്ടിട്ട് ഈ എൻഡ് വരെയുള്ളത്. അപ്പോൾ ഇത് റേഡിയസാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമുക്കത് മാറ്റാൻ വേണ്ടിയിട്ട് ആദ്യം ഈ ലൈൻ സെലക്ട് ചെയ്യാം. ഷിഫ്റ്റ് അമർത്തിയിട്ട് കണ്ടോ, ഷിഫ്റ്റ് അമർത്തി കഴിഞ്ഞ് പറഞ്ഞാൽ സർക്കിളിൻ്റെ ഈ അറ്റത്തുള്ള ലെങ്ത്തിൻ്റെ ഇത് നമുക്ക് എടുക്കാൻ പറ്റും. 45 mm. ഓക്കെ, ഇപ്പോൾ ഏകദേശം ഉള്ളതൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് വേണമെങ്കിൽ ഈ ലൈനിൻ്റെയും കൂടി എടുത്തു പറഞ്ഞാൽ ഓൾറെഡി ഫുള്ളാണ്. അതുകൊണ്ടാണ് നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. എക്സിറ്റ് സ്കെച്ച് കൊടുത്തിട്ട് റിവോൾവ് ബോസ്, ഇതിലെല്ലാം എന്തായാലും റിവോൾവ് ബോസ് ബേസ് തന്നെ വേണ്ടുള്ളൂ. റിവോൾവ് ബോസ് ബേസ്. ഓക്കെ, നമുക്ക് നേരെ കാണാൻ വേണ്ടിയിട്ട് പ്ലെയിൻ വൈറ്റ് എടുക്കാം. പ്ലെയിൻ വൈറ്റ് റിയൽ വ്യൂ എടുക്കാം. ഓക്കെ, റിയൽ വ്യൂ ഇങ്ങനെയല്ല ശരിക്കും പറഞ്ഞാൽ വരിക. നമ്മുടെ റിയൽ ലൈഫ് വ്യൂ ഏകദേശം അങ്ങനെ വരും. നമുക്ക് അതിൻ്റെ ഇതിൽ ഫില്ലേറ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. ഈ കോർണർ എൻഡിൽ 5 mm മതി. 5 mm. ഓക്കെ, എൻ്റെ വേണമെങ്കിൽ ടോപ്പിൽ നമുക്ക് ഒരു ഫില്ലേറ്റും കൂടി ആഡ് ചെയ്യാം. ഒരു 3 mm 2 mm കൊടുത്ത് നോക്കാം. 3 mm. ഓക്കെ, ഫില്ലേറ്റ്. ഓക്കെ, രണ്ടാവിടെയും ഫില്ലേറ്റ് കൊടുത്തിട്ടുണ്ട്. ക്യാപ്പ് നമുക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ക്യാപ്പ് റെഡി ആയിട്ട് നമുക്ക് ഇനി സേവ് ചെയ്യാം. ക്യാപ്പ് തന്നെ പറഞ്ഞിട്ട് ക്യാപ്പ്. ഓക്കെ, ഇനി നമുക്കിതിൽ നട്ടാണ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നട്ട് സ്ക്രൂ ആ സ്ക്രൂ ഉണ്ട്. പിന്നെ ടോമി ബാറും ഉണ്ട്. ഓക്കെ, ഇതിൽ നമുക്ക് സ്ക്രൂ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഏതെങ്കിലും ഒരു പ്ലെയിൻ സെലക്ട് ചെയ്തിട്ട് നോർമൽ ടു സ്കെച്ച് കൊടുക്കാം. സ്കെച്ച് ചെയ്തിട്ട് ഒരു 2D ബേസിക് ആയിട്ട് അതിൻ്റെ ഹാഫ് ആയിട്ടുള്ളത് വരയ്ക്കാം. ഓക്കെ, ഞാനിപ്പോൾ സെൻട്രൽ പോയിന്റ് നിന്ന് സം ഡിസ്റ്റൻസ് എടുക്കാം. ഓക്കെ, ഇനി ആംഗിളിലൊരു ലൈന്. ഓക്കെ, ഇനി നമുക്ക് സ്ട്രൈറ്റ് ലൈൻ വരയ്ക്കാം. അത് ജോയിൻ്റ് ആക്കി വിടാം. ഇതിങ്ങനെ കറവറാന്ന് നമുക്ക് കണ്ടമാതിരി ക്രിയേറ്റ് ചെയ്താലും മതി. എന്താ പറഞ്ഞാൽ നമുക്ക് ഡയമെൻഷനാണ് ഇതിൽ പക്കയാക്കി കൊടുത്താൽ മതി. ബാക്കിയൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് അത് റെഡി ആയിക്കോളും. ഓക്കെ,
12 mm. ഡൗൺ ലെങ്ത് പറയുന്നത് 6 mm. ടോട്ടൽ ലെങ്ത് 30 mm. 30 mm. ഇനി നമുക്ക് ഇതിന്റെ പകുതി സ്ക്രൂവിന്റെ അറ്റം 6 mm. ഇനി നമുക്ക് ഇതിൽ ആംഗിൾ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല, ഓൾറെഡി ഇതിൽ 45 ഡിഗ്രി തന്നെ ആയിരിക്കുള്ളൂ. ഓക്കെ, നമുക്ക് ഫീച്ചേഴ്സിൽ പോയിട്ട് റിവോൾവ് ബോസ് ബേസ് കൊടുക്കാം. ഓക്കെ, റിവോൾവ് ചെയ്യാം. ഓക്കെ, റിവോൾവ് ആയിട്ടുണ്ട്. നമുക്ക് നേരെ കാണാൻ വേണ്ടിയിട്ടാണ് പ്ലെയിൻ വൈറ്റ് എടുക്കാം, റിയൽ ലൈഫ് വ്യൂ. ഓക്കെ ഓക്കെ, ഇനി നമുക്ക് ത്രെഡ് വേണമല്ലോ. അതിന് നമുക്ക് ഇൻസേർട്ട് ഡൗണിൽ ഇവിടെ ഈ അനോട്ടേഷൻ കണ്ടില്ലെങ്കിൽ, അനോട്ടേഷൻ അല്ല, ഇനി നമുക്ക് ത്രെഡ് നമുക്കിപ്പോൾ ഇൻസേർട്ടിൽ പോയിട്ട് ഇവിടെ നമ്മൾ കണ്ടില്ലെങ്കിൽ ഇതിന്റെ അടിയിൽ ഡൗൺ വ്യൂ ഉണ്ടാവും. അതിൽ നമുക്ക് അനോട്ടേഷൻ എന്ന ഓപ്ഷൻ ഉണ്ടാവും. അതിൽ കോസ്മെറ്റിക് ത്രെഡ് എന്ന ഓപ്ഷൻ ഉണ്ട്. കോസ്മെറ്റിക് ത്രെഡിൽ ഈ സർക്കിൾ സെലക്ട് ചെയ്ത് കൊടുക്കാം. അപ്പൊ അതിന്റെ ഡയമീറ്റർ ഇവിടെ ആഡ് ആയിട്ടുണ്ടാവും. ISOയില് M12 ആക്കാം. ഓക്കെ, M12 ത്രൂ ആള് മാറ്റിയിട്ട് നമുക്ക് ബ്ലൈൻഡ് കൊടുത്തിട്ട് കുറച്ച് അതിന്റെ പകുതി ഡിസ്റ്റൻസ് മതി, 22 കൊടുക്കാം തൽക്കാലം. ഓക്കെ, ഇനി ഓക്കെ കൊടുക്കാം. ഇനി ഇത് കാണാൻ വേണ്ടിയിട്ട് നമുക്ക് ഓപ്ഷൻസിൽ എല്ലാത്തിലും അങ്ങനെ ചെയ്യേണ്ടി വരും. അതിൽ നോർമലായിട്ട് ഡിഫോൾട്ട് ആയിട്ട് ഉണ്ടായില്ല. അപ്പോൾ ഡോക്യുമെന്റിൽ ഡീറ്റെയിലിങ്ങിൽ ഷെയ്ഡഡ്. ഓക്കെ, കണ്ടോ? അപ്പോൾ ആ സ്ക്രൂവിന്റെ ആ ത്രെഡ് കാണാൻ തുടങ്ങിയിട്ട് നമുക്ക് അല്ലാണ്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യും. ഇപ്പൊ നമുക്ക് പെട്ടെന്ന് നമുക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഷെയ്ഡ് ഇതാക്കിയത്. അല്ലെങ്കിൽ നമുക്ക് കട്ട് കൊടുത്തിട്ട് നമുക്ക് ഇങ്ങനെ റിവോൾവ് ചെയ്തിട്ട് അത് കുറച്ച് പാടാണ്. അതുകൊണ്ടാണ് നമുക്ക് ടൈം നല്ലോണം പോകും. അപ്പൊ ഇത് പെട്ടെന്ന് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഇത് ഇങ്ങനെ ചെയ്താൽ മതി. ഓക്കെ, ഇനി ആ സ്ക്രൂവിന്റെ ആ കട്ടിങ് കൊടുക്കണം. കട്ടിങ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഏതെങ്കിലും ഒരു പ്ലെയിൻ ഇവിടെ നിന്ന് തന്നെ സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്തതിന് ശേഷം സ്കെച്ചിൽ പോവാം. ഇവിടുന്ന് അല്ലെങ്കിൽ ഇതിൽ സ്കെച്ചിന്റെ ഇവിടെ പ്ലെയിൻ്റെ അവിടെ ക്ലിക്ക് കൊടുത്ത് പറഞ്ഞാൽ സ്കെച്ചിന്റെ ഓപ്ഷൻ ഉണ്ട്. രണ്ടങ്ങനെയും ചെയ്യാം. ഇനി നമുക്ക് ഒന്നില്ലെങ്കിൽ റെക്ടാങ്കിൾ എടുക്കാം, അല്ലെങ്കിൽ ലൈൻ തന്നെ എടുത്താൽ മതി. ലൈൻ എടുത്തിട്ട് അല്ലെങ്കിൽ കോർണർ എന്ത് വേണമെങ്കിൽ എടുക്കാം. തൽക്കാലം നമുക്ക് സെന്റർ പോയിന്റ് എടുക്കാം. വരച്ചിട്ട് ലെങ്ത് അതിലുള്ളതിന്റെ ഇരട്ടി എടുത്താൽ മതി. അതിലുള്ള പോലെ തന്നെ അങ്ങോട്ട് 6 mm എടുക്കാം. ഓക്കെ, ഇതിന്റെ വിഡ്ത്ത് 2 mm. ഓക്കെ, ഇപ്പൊ കറക്റ്റാവും. അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ഇഷ്ടം പോലെ, നമ്മുടെ ഐഡിയ ആണ് ഓരോ ഇത് പറഞ്ഞാൽ നമ്മുടെ മെയിൻ നമ്മുടെ ഒരു ഭാവന അനുസരിച്ച് നമുക്ക് ഇഷ്ടമുള്ളത് നമുക്ക് എളുപ്പം അങ്ങനെയാണ് പറഞ്ഞാൽ നമുക്കിപ്പോൾ ലൈൻ ഉപയോഗിച്ചിട്ടും ചെയ്യാം, ഇങ്ങനെ വരച്ചിട്ട്, അല്ലെങ്കിൽ നമുക്ക് റെക്ടാങ്കിൾ ഉപയോഗിച്ചിട്ടും ചെയ്യാം. അതൊക്കെ നമ്മുടെ ഓരോരുത്തരുടെ ഫീൽ അനുസരിച്ച് മാറിയിരിക്കും. എക്സ്ട്രൂഡ് കട്ട്. ഓക്കെ, എക്സ്ട്രൂഡ് കട്ടിലിപ്പോൾ ഒരു ഭാഗത്ത് മാത്രം ഉണ്ടാവും. അത് ബ്ലൈൻഡ് മാറ്റിയിട്ട് ത്രൂ ആൾ ബോത്ത് സൈഡ് കൊടുക്കാം. ഓക്കെ ഓക്കെ, നമ്മുടെ കട്ടിങ്ങും ഇവിടെ സ്ക്രൂവിന്റെ കട്ടിങ്ങും ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ നമുക്കിത് സേവ് ചെയ്യാം. സ്ക്രൂ ഇടാം. സ്ക്രൂ. ഓക്കെ.